C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ ജീവിതത്തിലെ കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. എന്നോടൊപ്പം ഈ നിൽക്കുന്നത് എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവാ. ഒരു തരി സ്നേഹത്തിന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഒരു കടലോള സ്നേഹം ഇപ്പൊ എനിക്ക് കിട്ടി. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ ഹിറ്റ്ലറിനെ ഞാൻ അമ്മയ്ക്ക് മുന്നിൽ നിർത്തിയിരിക്കോ? ഏട്ടൻ എന്തേ കാണിക്കുന്നേ? ഏട്ടാ അനുവദിക്കില്ല. ജ്യോതി, ഞാനുണ്ട് കൂടെ എപ്പോഴും. എന്താ വീണ്ടും വഴക്കുണ്ടാക്കാനാണോ ഈ വരവ്? മകളും മരുമകനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ വിളിച്ചിരുന്നു. അവർക്കവിടെ പരമസുഖ. ഹണിമൂണൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് അവരിങ്ങ് തിരിച്ചെത്തും. ആ സമയത്ത് ഞങ്ങള് വിവരം അറിയിക്കാം. അല്ലെങ്കിൽ അറിയിക്കുന്ന എന്തിനാ? അവര് വന്നിറങ്ങുമ്പോ തന്നെ ചാനലുകാര് വാർത്ത അറിയിക്കുമല്ലോ. അന്നേരം വന്നാ മതി. മകളെയും മരുമകനെയും കണ്ട് സന്തോഷമായിട്ട് മടങ്ങാം. പരിഹസിച്ചോ? ഞാൻ നിങ്ങളോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കാനാണ് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. അധികം താമസിയാതെ ഈ വീടിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ പോകുന്ന ഒരു കഴുകനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. ഇപ്പോ എന്റെ ജീവന് പോലും ഭീഷണിയുണ്ട്. ചിലപ്പോ എനിക്ക് മരണം പോലും സംഭവിച്ചേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അതിന് ഉത്തരവാദി നിങ്ങളുടെ ദൈവം DK ആയിരിക്കും. പഴയതുപോലെ ഞങ്ങൾക്ക് നിങ്ങളോട് വഴക്കിടാൻ താല്പര്യമൊന്നുമില്ല. എന്തൊക്കെയായാലും SKയുടെ ഭാര്യയുടെ അമ്മയാ നിങ്ങള്. ശത്രുവാണെങ്കിലും ആ സ്ഥാനം നിങ്ങൾക്ക് ഞങ്ങൾ നൽകും.
അതെ, ഈ വീടിന് മുകളിൽ ഒരു കഴുകനും പറക്കാൻ പോകുന്നില്ല. അഥവാ അങ്ങനെ പറന്നാൽ അതിന്റെ ചിറക് ഡീക്കെ വെട്ടിയിരിക്കും. നിങ്ങൾ പറഞ്ഞ ശരിയാ. ഡീക്കെ ഞങ്ങൾക്ക് ദൈവം, ഈ വീടിനെയും ഞങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളപ്പോ ഒരു കഴുകനും ഈ വീടിന്റെ 7 അയലക്കത്ത് വരില്ല. അകത്തേക്ക് വന്നാല് ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അമലയുടെ അമ്മയോട് ഞങ്ങൾ ആദിത്യ മര്യാദ ഒട്ടും കുറയ്ക്കില്ല. വേണ്ട, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. എനിക്കിപ്പോ ജീവിക്കാൻ വയ്യാതായി. അയാൾ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് നടക്ക. ആ MP വിഘ്നേശ്വർ കല്യാണം മുടങ്ങിയതിനെ തുടർന്നുണ്ടായ ഹാർട്ട് അറ്റാക്കിൽ അയാളുടെ അമ്മ മരിച്ചു. നാണക്കേട് കൊണ്ട് ഭ്രാന്ത് പിടിച്ചു. വിദേശത്തേക്ക് കടത്തിയ എന്റെ മകളെ ഞാനിപ്പോ തിരികെ കൊണ്ട് കൊടുക്കണമെന്നാ അയാളുടെ ആവശ്യം. അയാൾക്ക് അവളെ ഭാര്യയായി തിരികെ വേണം പോലും. ഭ്രാന്തനാ അയാള്. അമല ഇപ്പോ SKയുടെ ഭാര്യയാണ്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അവളെ അയാൾക്ക് നൽകിയില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും. അതെന്നെ എങ്ങനെ സാധിക്കും? ശ്ശേ, ഹ, മറ്റൊരാളുടെ ഭാര്യയെ വേണോന്ന് പറയുന്ന വിഡ്ഢിയാണോ അയാള്? നിങ്ങൾക്കറിയില്ല അയാളെ. അയാൾ പ്രതികാരം തീർക്കാൻ വരും. അയാളുടെ ലക്ഷ്യം DKയും ഈ വീടുവാ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അയാൾ ഈ വീടിന്റെ അടിത്തറ മാന്തും. അതിനുള്ളിൽ അയാൾ എന്നെ കൊല്ലും. അതിനുത്തരവാദി DK മാത്രം. ഭയത്തോടെ മാത്രം ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പ്രതികാരദാഹം കൊണ്ട് സമനില തെറ്റി നടക്കുക അയാള്. ഓർത്തോ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവൻ പോലും ഇപ്പൊ ബാംഗ്ലൂരിൽ ഭീഷണിയില്ല. അങ്ങനെയൊന്നും അവര് പറഞ്ഞില്ലല്ലോ. ഈ നാട്ടിൽ എന്താ പോലീസും കോടതിയൊന്നും ഇല്ലേ? അയാളുടെ കോടതിയും പോലീസും ഒക്കെ അയാൾ തന്നെയാണ്. അയാൾ എല്ലാരെയും കൊല്ലും. നിങ്ങളും ഈ വീടും ഒന്നും ബാക്കിയുണ്ടാവില്ല. അത് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.